രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഏത്? കറുപ്പ്, വെളുപ്പ്, മഞ്ഞ, ചുവപ്പ്. രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ വെളുപ്പ് നിറമായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കോട്ടയം, കൊല്ലം, എറണാകുളം, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലം. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 10, 19, 20, 24. കേരളത്തിൽ മൊത്തം 20 ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത്. കേരളത്തിലെ ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടി ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ, കാസർഗോഡ്, വയനാട്, ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ്. സമുദ്രതീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്. സമുദ്രതീരമില്ലാത്ത കേരളത്തിലെ ജില്ലയാണ് കോട്ടയം ജില്ല. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏത്? ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര, കാവേരി. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് പ്രധാനമന്ത്രി, ഗവർണർ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവാണ് രാഷ്ട്രപതി. എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ്, മണിപ്പൂർ, സിക്കിം, മഹാരാഷ്ട്ര. എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. നിലവിൽ ഇന്ത്യയിൽ എത്ര ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്? 6, 4, 2, 5. 6 ഭാഷകൾക്കാണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച 5ാമത്തെ ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഉറുദു. ക്ലാസിക്കൽ പദവി ലഭിച്ച 5ാമത്തെ ഭാഷയാണ് മലയാളം. കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? ഇടുക്കി, വയനാട്, കാസർഗോഡ്, കൊല്ലം. കാസർഗോഡ് ജില്ലക്കാരാണ്. കേരളത്തിലെ ഏക സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏറനാട്, കൊച്ചി, ഇരവികുളം, കഴക്കൂട്ടം. കേരളത്തിലെ ഏക സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ്. ചലിക്കുന്ന കാവ്യം നൃത്തരൂപം ഏത്? ഭരതനാട്യം, കഥകളി, ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ. ഭരതനാട്യമാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? കൊല്ലം, കുന്നത്തൂർ, മാഹി, കുറുമാത്തൂർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് കുന്നത്തൂർ. ആദ്യ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന വർഷം? 1940, 1920, 1930, 1950. 1930 ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, മേഘാലയ, ഗോവ, ഗുജറാത്ത്. ഗുജറാത്തിലാണ്. കാർക്കോട രാജവംശം ഇന്ത്യയിലെ ഏത് പ്രദേശമാണ് ഭരിച്ചിരുന്നത്? കാശ്മീർ, മണിപ്പൂർ, മേഘാലയ, രാജസ്ഥാൻ. കാശ്മീർ ആയിരുന്നു. പാല രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? കരുണൻ, ഗോപാലൻ, കുമാരൻ, ശശിധരൻ. പാല രാജവംശത്തിൻ്റെ സ്ഥാപകൻ ഗോപാലൻ ആയിരുന്നു. എത്ര സുൽത്താൻ വംശങ്ങളാണ് ഡൽഹി ഭരിച്ചിട്ടുള്ളത്? 4,
3, 5, 7. എത്ര സുൽത്താൻ വംശങ്ങളാണ് ഡൽഹി ഭരിച്ചിട്ടുള്ളത്? 5 സുൽത്താൻ വംശങ്ങൾ. സുൽത്താൻ ഭരണകാലത്തെ ഡൽഹിയിലെ ഭാഷ ഏതായിരുന്നു? ഇറ്റാലിയൻ, ഫ്രഞ്ച്, അറബി, പേർഷ്യൻ. സുൽത്താൻ ഭരണകാലത്ത് ഡൽഹിയിലെ ഭാഷ പേർഷ്യ ഭാഷയായിരുന്നു. ഇറാഖിൻ്റെ ദേശീയ പുഷ്പം ഏതാണ്? റോസ്, ചെമ്പരത്തി, മുല്ല, താമര. ഇറാഖിൻ്റെ ദേശീയ പുഷ്പം റോസാണ്. തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ഗുജറാത്ത്. തെരുക്കൂത്ത് എന്ന നൃത്തരൂപം തമിഴ്നാടിൻ്റെ നൃത്തരൂപമാണ്. ചിട്ടി ബാബു ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗിറ്റാർ, ഓടക്കുഴൽ, വീണ, വയലിൻ. വീണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? കുരുമുളക്, ഏലം, ഗ്രാമ്പു, എള്ള്. തിലധാര എന്നത് എള്ളിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്. ലെബനൻ്റെ ദേശീയ വൃക്ഷം ഏത്? ആൽമരം, ദേവദാരു, തേക്ക്, മഹാഗണി. ലെബനൻ്റെ ദേശീയ വൃക്ഷം ദേവദാരുവാണ് ശരിയായ ഉത്തരം. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് എന്താണ്? 1890, 1870, 1888, 1892. 1888 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 25, നവംബർ 1, നവംബർ 7, നവംബർ 26. ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഏത് ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ബാർലി, ചോളം, ഗോതമ്പ്, പരുത്തി. വിസ്കി എന്ന മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ബാർലിയിൽ നിന്നാണ്. ഏത് മൂലകത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്? പ്ലാറ്റിനം, യുറേനിയം, തോറിയം, സിൽവർ. യുറേനിയത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്. യൂക്കാലിപ്സ് മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവി? ചീവീട്, സ്ലോത്ത്, കോല, വണ്ട്. കോലയാണ് ശരിയായ ഉത്തരം. അമർത്യാസന് ഭാരതരത്നം ലഭിച്ച വർഷം? 1946, 1947, 1999, 1988. അമർത്യാസന് ഭാരതരത്നം ലഭിച്ചത് 1999 ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നത്? ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഹരിയാന, ഛത്തീസ്ഗഡ്. ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല ഏത്? കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല ഏത്? കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ. ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏത്? മാമാനിക്കുന്ന്, പറശ്ശിനിക്കടവ്, രാജരാജേശ്വരി ക്ഷേത്രം, മലനട. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് മലനട. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ജയറാം, മമ്മൂട്ടി, മോഹൻലാൽ, കമൽ. കമലാണ് ശരിയായ ഉത്തരം. കേരള കലാമണ്ഡലം MK നായർ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി? മോഹൻലാൽ, ജയസൂര്യ, ദിലീപ്, ജയറാം.
ജയറാമായിരുന്നു. എല്ലാ വർഷവും മാരാമൻ കൺവെൻഷൻ നടക്കുന്ന മാസം നവംബർ, ഡിസംബർ, മാർച്ച്, ഫെബ്രുവരി. മാരാമൻ കൺവെൻഷൻ നടക്കുന്ന മാസമാണ് ഫെബ്രുവരി. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? നീലേശ്വരം, കോട്ടയം, കോന്നി, റാന്നി. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ് റാന്നി. ബംഗാളി ഭാഷയിൽ പാല എന്ന വാക്കിനർത്ഥം പരിചയക്കാരൻ, സംരക്ഷകൻ, കാഴ്ചക്കാരൻ, കാവൽക്കാരൻ. ബംഗാളി ഭാഷയിൽ പാല എന്ന വാക്കിനർത്ഥം സംരക്ഷകൻ എന്നാണ്. വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ മണ്ഡലം മാഹി, തളിപ്പറമ്പ്, ഇരിക്കൂർ, പറവൂർ. തളിപ്പറമ്പാണ് ശരിയായ ഉത്തരം. മാരുതി കാറുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ഗുഡ്ഗാവ്, ഗുജറാത്ത്, ബോംബെ, ഹരിയാന. മാരുതി കാറുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഗുഡ്ഗാവ്. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത, കുടക്, ബാംഗ്ലൂർ, മൈസൂർ. ചന്ദന നഗരം എന്ന് അറിയപ്പെടുന്നത് മൈസൂരാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആര്? ഡോക്ടർ ജോൺ മത്തായി, ദിവാൻ ഗോവിന്ദ മേനോൻ, പുരന്ദരദാസ്, CV രാമൻ. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് CV രാമനായിരുന്നു. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന വിദേശ രാജ്യം പഞ്ചാബ്, അഹമ്മദാബാദ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന വിദേശ രാജ്യമാണ് പാകിസ്ഥാൻ. ഏത് നദിയുടെ സമീപമാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി, ഗംഗ, യമുന, ബ്രഹ്മപുത്ര. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. ഏത് ലോഹമാണ് മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ചത്? വെള്ളി, ചെമ്പ്, സ്വർണം, ഇരുമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. താഴെ പറയുന്നവയിൽ ഏത് നദിയിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ, ചാലിയാർ, പമ്പ, ഭാരതപ്പുഴ. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ, ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം? ജീവകം A, ജീവകം K, ജീവകം B, ജീവകം H. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകമാണ് ജീവകം K. റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളം, ഒഡീഷ, കർണാടക, പശ്ചിമ ബംഗാൾ. റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. മജൂലി എന്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആസാം, ഹരിയാന, ബീഹാർ, ഗുജറാത്ത്. മജൂലി എന്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. കൂടുതലായി ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം? പുതുച്ചേരി, ലഡാക്ക്, മാഹി, യാനം. പുതുച്ചേരിയാണ് ശരിയായ ഉത്തരം. ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു നദി ഏത്? ബ്രഹ്മപുത്ര, ഗംഗ, യമുന, സിന്ധു. ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരേ ഒരു നദിയാണ് സിന്ധു നദി.
അരുണൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഭൂമി, വ്യാഴം, യുറാനസ്, ശനി. അരുണൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഭാരതത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായി അറിയപ്പെടുന്നത് കൊൽക്കത്ത, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ. ഇന്ത്യയിലെ വ്യാവസായിക തലസ്ഥാനമാണ് മുംബൈ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? കേരളം, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കർണാടക. കോട്ടുക്കൽ ഗുഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, കോട്ടയം. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരം മുംബൈ, തിരുവനന്തപുരം, കൊൽക്കത്ത, കോട്ടയം. കോട്ടയമാണ് ശരിയായ ഉത്തരം. സൗരയൂഥത്തിൽ കരിമഴ പെയ്യുന്ന ഗ്രഹം ഏത്? യുറാനസ്, ശനി, നെപ്റ്റ്യൂൺ, വ്യാഴം. കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരേയൊരു വിദേശ രാജ്യം ഏത്? നേപ്പാൾ, അമേരിക്ക, ശ്രീലങ്ക, പാകിസ്ഥാൻ. ശ്രീലങ്കയാണ് ശരിയായ ഉത്തരം. ഗാദർ എന്ന മണ്ണിനം ഏത് മണ്ണിൻ്റെ വകഭേദമാണ്? എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, പർവ്വത മണ്ണ്, ചുവന്ന മണ്ണ്. എക്കൽ മണ്ണിൻ്റെ വകഭേദമാണ് ഗാദർ. ജി ടാക്സി എന്നത് ആരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്? സ്ത്രീകൾ, ഭിന്നലിംഗക്കാർ, പുരുഷന്മാർ, ഇവരാരുമല്ല. ഭിന്നലിംഗക്കാർ നടത്തുന്നതാണ് ജി ടാക്സി. ബില്യൺ ബീറ്റ്സ് എന്ന ന്യൂസ് പേപ്പർ ആരംഭിച്ച വ്യക്തി? ഗാന്ധിജി, അബ്ദുൽ കലാം, നെഹ്റു, ശങ്കരാചാര്യൻ. ബില്യൺ ബീറ്റ്സ് എന്ന അബ്ദുൽ കലാമാണ് ശരിയായ ഉത്തരം. KSRTC ആദ്യമായി ഓടിത്തുടങ്ങിയത്? കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ. KSRTC ആദ്യം ഓടിത്തുടങ്ങിയത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. പാവപ്പെട്ട ആളുകളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? പപ്പായ, പേരയ്ക്ക, സപ്പോട്ട, റംബൂട്ടാൻ. പാവപ്പെട്ടവൻ്റെ ആപ്പിൾ പേരയ്ക്ക എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ സപ്പോട്ട കൃഷി ചെയ്യുന്ന സംസ്ഥാനം? കേരളം, ബീഹാർ, ഗുജറാത്ത്, കർണാടക. ഏറ്റവും കൂടുതൽ സപ്പോട്ട കൃഷി ചെയ്യുന്നത് ഗുജറാത്തുകാരാണ്. ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് മാൻ? ചിലി, ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ, അമേരിക്ക. ചിലി എന്ന രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് മാൻ. ക്യാൻസർ രോഗികൾ പ്രധാനമായും ഒഴിവാക്കേണ്ടത്? കറിവേപ്പില, ചിക്കൻ, ചീര, മുട്ട. കറിവേപ്പിലയാണ് ശരിയായ ഉത്തരം. ഇന്ദിരാഗാന്ധിയെ വധിച്ച വർഷം ഏത്? 1974, 1970, 1985, 1984. ഇന്ദിരാഗാന്ധിയെ വധിച്ച വർഷം 1984 പാൻക്രിയാസ് ഗ്രന്ഥിയെ തകരാറിലാക്കുന്ന രോഗം ഏത്? കൊളസ്ട്രോൾ, സ്ട്രോക്ക്, പ്രമേഹം, ക്യാൻസർ. പാൻക്രിയാസ് ഗ്രന്ഥിയെ തകരാറിലാക്കുന്ന രോഗമാണ് പ്രമേഹം. നേരിയ രീതിയിലുള്ള ചുമയ്ക്ക് ആശ്വാസം നൽകുന്നത്? കുരുമുളക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി. നേരിയ രീതിയിലുള്ള ചുമയ്ക്ക് ആശ്വാസം തരുന്നതാണ് കുരുമുളക്.
ശരീരത്തിലെ പ്രഷർ കൂട്ടുന്ന ബേക്കറി പലഹാരങ്ങളിൽ പ്രധാനി: ജിലേബി, ലഡു, നുറുക്ക്, ചിപ്സ്. ചിപ്സ് ആണ് ശരിയായ ഉത്തരം. ആരോഗ്യവാനായ ഒരു പുരുഷൻ ഒരു ദിവസം ചുരുങ്ങിയത് എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 2.5 ലിറ്റർ, 3 ലിറ്റർ, 3.5 ലിറ്റർ, 2 ലിറ്റർ. ചുരുങ്ങിയത് 3.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. എല്ലാ ദിവസവും കുടിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടുന്നത്: കരിക്കുവെള്ളം, പാല്, നാരങ്ങാവെള്ളം, ജ്യൂസ്. എല്ലാ ദിവസവും പാൽ കുടിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള പലഹാരം: ചിപ്സ്, മിച്ചർ, ലഡു, ഗുലാബ് ജാം. ഗുലാബ് ജാമാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉപഭോഗം നടത്തുന്ന സംസ്ഥാനം: തെലുങ്കാന, ഉത്തർപ്രദേശ്, കർണാടക, കേരളം. തെലുങ്കാനയാണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറവ് ഷുഗർ അടങ്ങിയിരിക്കുന്ന പഴം: ചക്കപ്പഴം, ആപ്പിൾ, കിവി, മാങ്ങ. ഏറ്റവും കുറവ് പഞ്ചസാര അടങ്ങിയിരിക്കുന്ന പഴമാണ് കിവി. പാകമാവാത്ത ഒരു തക്കാളിയുടെ നിറം എന്തായിരിക്കും? നീല, പച്ച, ചുമല, വെള്ള. പാകമാകാത്ത തക്കാളിയുടെ നിറം പച്ചയായിരിക്കും. ബഹ്റൈൻ എന്ന രാജ്യത്തിൻ്റെ കറൻസി ഏതാണ്? യൂറോ, ദിനാർ, ഡോളർ, രൂപ. ബഹ്റൈൻ്റെ കറൻസി അറിയപ്പെടുന്നത് ദിനാർ എന്നാണ്. 8% മാത്രം ഷുഗർ അടങ്ങിയിരിക്കുന്ന പഴം ഏത്? ചക്കപ്പഴം, തക്കാളി, ഒലീവ്, പപ്പായ. 8% മാത്രം പഞ്ചസാര അടങ്ങിയിരിക്കുന്ന പഴമാണ് ഒലീവ്. കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ്? ഷൊർണൂർ, കണ്ണൂർ, തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷനാണ് പാലക്കാട് ഡിവിഷൻ. പപ്പായ കൃഷിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം: തമിഴ്നാട്, ഗുജറാത്ത്, കേരളം, കർണാടക. പപ്പായ കൃഷിയിൽ 1-ാം സ്ഥാനം തമിഴ്നാടിനാണ്. പല്ലിൻ്റെ പ്രധാന ഭാഗമായ ഇനാമലിന് ബലം നൽകുന്ന വസ്തു: ഫ്ലോറിൻ, ഇരുമ്പ്, ക്ലോറിൻ, മാംസ്യം. ഫ്ലോറിനാണ് ശരിയായ ഉത്തരം. ഏത് വർഷം മുതലാണ് ഇന്ത്യയിൽ അർജുന അവാർഡ് നൽകി തുടങ്ങിയത്? 1971, 1951, 1941, 1961. 1961 മുതലാണ്. ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകുവാൻ കഴിവുള്ള പച്ചക്കറി: ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള. ക്യാരറ്റാണ് ശരിയായ ഉത്തരം. ആയുർദൈർഘ്യത്തിൽ 1-ാം സ്ഥാനമുള്ള രാജ്യം ഏത്? ജപ്പാൻ, ചൈന, അമേരിക്ക, ഇന്ത്യ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള രാജ്യമാണ് ജപ്പാൻ. ശരിയായി പോളിയോ എടുത്തില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള രോഗം: ക്യാൻസർ, അൾസർ, സ്ട്രോക്ക്, പിള്ളവാതം. ശരിയായ രീതിയിൽ പോളിയോ എടുത്തില്ലെങ്കിൽ പിള്ളവാതം വരാൻ സാധ്യത കൂടുതലാണ്. കോവിഡ്-19 ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? അമേരിക്ക, ചൈന, ഇന്ത്യ, ന്യൂസിലാൻഡ്. കൊറോണ വൈറസ് ആദ്യം പിടിപെട്ടത് ചൈനയിലാണ്. മനുഷ്യനിൽ ഏറ്റവും ബലമുള്ള അസ്ഥി ഏത്? താടിയെല്ല്, വാരിയെല്ല്, തുടയെല്ല്, തലയോട്ടി. മനുഷ്യനിൽ ഏറ്റവും ബലമുള്ള അസ്ഥിയാണ് താടിയെല്ല്.
ഇന്ത്യയിൽ ഏത് വർഷം മുതലാണ് സിനിമ പ്രദർശിപ്പിച്ചു തുടങ്ങിയത്? 1900, 1910, 1913, 1915? 1913 മുതലാണ്. തലയിൽ ഉണ്ടാകുന്ന താരൻ മാറാൻ ഫലപ്രദമായത്? ഗ്രാമ്പു, ഉലുവ, കറുകപ്പട്ട, മല്ലിയില? ഉലുവയാണ് ഉത്തമം. ഏത് ജില്ലയിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജനനം? പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം? കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ്. മനുഷ്യരിൽ ഏത് രോഗം ഭേദമാക്കാനാണ് ഏറ്റവും ചിലവേറിയത്? ക്യാൻസർ, മലബന്ധം, സ്ട്രോക്ക്, ഹൃദ്രോഗം? ഹൃദ്രോഗമാണ് ഏറ്റവും ചിലവേറിയത്. ഒരു സാധാരണ മനുഷ്യൻ പൂർണ്ണ വളർച്ചയിൽ എത്താനെടുക്കുന്ന പ്രായം? 17 വയസ്സ്, 18 വയസ്സ്, 21 വയസ്സ്, 25 വയസ്സ്? 25 വയസ്സ്. ഐസ്ക്രീമുകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം? മംഗളൂരു, കേരളം, ബാംഗ്ലൂർ, മുംബൈ? ഐസ്ക്രീമുകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മംഗളൂരു ആണ്. പ്രതിരോധശേഷി കൂട്ടാൻ പകൽ സമയത്ത് ഉറങ്ങേണ്ട ദൈർഘ്യം? 60 മിനിറ്റ്, 20 മിനിറ്റ്, 50 മിനിറ്റ്, 25 മിനിറ്റ്? പകൽ സമയത്ത് 20 മിനിറ്റ് വരെയും ഉറങ്ങുന്നത് ഉത്തമമാണ്. ശരീരത്തിൽ ഇരുമ്പ് കുറവുള്ളവർ നിർബന്ധമായും ഒഴിവാക്കേണ്ടത്? കറിവേപ്പില, സവാള, മല്ലിയില, മഞ്ഞൾ? ഇരുമ്പിൻ്റെ അളവ് കുറവുള്ളവർ മഞ്ഞൾ പൂർണ്ണമായും ഒഴിവാക്കുക. ആരാണ് അരയ സമാജം സ്ഥാപിച്ചത്? പണ്ഡിറ്റ് കറുപ്പൻ, ആഗമാനന്ദ സ്വാമി, ശ്രീനാരായണ ഗുരു, ശങ്കരാചാര്യൻ? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഡൽഹി, തമിഴ്നാട്? ഉത്തർപ്രദേശാണ് ശരിയായ ഉത്തരം. എല്ലാ ദിവസവും സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളുടെ ലക്ഷണം? ചെറിയ മുല, ദേഷ്യം, ഊർജ്ജസ്വലത, വലിയ മുല? ഊർജ്ജസ്വലത ഉള്ളവരായി